ഹായ് ഹലോ. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ കൂടി നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പോസ്റ്റ് ഇടുന്നത് ജസ്റ്റ് പറഞ്ഞിരുന്നു. മെത്തേഡ് 1 പറഞ്ഞിരുന്നു. മെത്തേഡ് 2 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മെത്തേഡ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ടൂൾ അറിയാലോ അല്ലെ. നമ്മുടെ ഫേസ്ബുക്കിന്റെ തന്നെ ഓൺ ടൂളാണ് മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഫോർ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോർമലി നമുക്ക് പോസ്റ്റ് അപ്ലോഡ് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. 2 ദിവസം കഴിഞ്ഞിട്ടോ 3 ദിവസം കഴിഞ്ഞിട്ടോ എപ്പോഴാണോ നമ്മുടെ പോസ്റ്റ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. അതിനാദ്യം വേണ്ടത് പ്ലാനറിലേക്ക് പോവുക. ഇവിടെ പ്ലാനർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറെ ഡീറ്റെയിൽസ് ഇവിടെ കാണും അല്ലെ. അതിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് കാണാം. ഇപ്പൊ ക്രിയേറ്റ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് നമ്മുടെ പേജുകളാണ്. നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പേജുകളും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ടിക്കറ്റ് ഇവിടെ കാണും. അപ്പൊ ഏത് പേജിലാണ് നമ്മുടെ പോസ്റ്റ് അല്ലെങ്കിൽ റീല് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് വെച്ചാൽ അത് മാത്രം ടിക്ക് ഇട്ടാൽ മതി. ഇൻസ്റ്റയിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ടിക്ക് ഒഴിവാക്കുക, ഇൻസ്റ്റ മാത്രം കൊടുക്കുക. അല്ല, രണ്ടിലും വേണം, ഒരുമിച്ച് കൊടുക്കുക. അതല്ല ഫേസ്ബുക്ക് മാത്രം നമ്മുടെ പോസ്റ്റ് ആൻഡ് വീഡിയോ ഷെയർ ചെയ്താൽ മതി തന്നെ അത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനിയുള്ള പോസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രമായിരിക്കും അപ്ലോഡ് ആവുക. രണ്ടിലും ഒരുമിച്ച് അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ടാണ് മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ആപ്ലിക്കേഷനിൽ സെപ്പറേറ്റ് ഇടാൻ പറ്റും. പക്ഷെ മെറ്റാ ബിസിനസ് സ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും 2 പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാണ്ട് തന്നെ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാം. അതാണ് പ്രത്യേകത, ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്ത് പോസ്റ്റ് ആണോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ആ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോയിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ 2 പ്ലാറ്റ്ഫോമുകളിലും എങ്ങനെയാണ് പോസ്റ്റ് അപ്ലോഡ് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക, സ്റ്റോറി അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചാലാണ് നമുക്ക് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് കയറണം, അന്ന് ഞാൻ വളരെ ബിസിയാണ്, അപ്പൊ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് കൊടുത്ത് ആ സമയത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ടെക്സ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ എന്താണ് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ കുറിച്ച് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എന്ത് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ChatGPT-യോ ജെമിനിയോ കോപൈലറ്റോ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ പ്ലാറ്റ്ഫോമിൽ വേണ്ട പോസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ട കണ്ടന്റ് ടെക്സ്റ്റ് കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മുടെ കൂടുതൽ AI ടിപ്സും അതുപോലെ തന്നെ AI ടൂളുകളെ കുറിച്ച് പരിചയപ്പെടുമ്പോൾ അതൊക്കെ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് എന്നുള്ളത്. ജസ്റ്റ് അപ്പൊ കോപൈലറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, കോപൈലറ്റ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലൊരു വിൻഡോ ആണ് വരിക. ഈ കോപൈലറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഐ നീഡ് എ ഷോർട്ട് ഫേസ്ബുക്ക്, ഷോർട്ട് എന്ന് വേണമെന്നൊന്നുമില്ല, ഫേസ്ബുക്ക് ആഡ് കോപ്പി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വേണം, എബൌട്ട് എന്തിനെ കുറിച്ചാണ്, എന്ത് പോസ്റ്റാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ചാണെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്ത് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് ഇന്ന പ്രൊഡക്റ്റ് അതിനെ കുറിച്ചുള്ളൊരു മാർക്കറ്റിംഗ് കണ്ടന്റ് അല്ലെങ്കിൽ പ്രൊമോഷണൽ കണ്ടന്റ് ആണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്, പ്രോംപ്റ്റ് കറക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയൊരു കണ്ടന്റ് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു കണ്ടന്റ് കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെറിയ ഡിസ്ക്രിപ്ഷൻ കിട്ടും. ആ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതുപോലെ കോപ്പി ചെയ്യാം. ജസ്റ്റ് കോപ്പി ചെയ്യാം. ഇത് വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ എടുത്തത്, അതുകൊണ്ടാണ് അത്രയും. അല്ല, നിങ്ങൾക്ക് #ടാഗ് കൊടുത്ത് നല്ല അടിപൊളി ആക്കിയിട്ട് എടുക്കാം. #ടാഗ് വേണമെന്നുണ്ടെങ്കിൽ, അതിന്റെ പേര് വേണമെന്നുണ്ടെങ്കിൽ, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ കറക്റ്റ് കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. ഓക്കെ, മൊബൈൽ നമ്പർ വേണോ അതും ഡീറ്റെയിൽസ് കൊടുക്കുക. അല്ലെങ്കിൽ അപ്ലൈ നൗ എന്നാണോ, എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ അത് കൊടുക്കുക. ഓക്കെ, പിന്നെ #ടാഗ്സ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, #ടാഗ് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ #ടാഗ് എങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെ സ്പേസ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. പിന്നെ എന്താണോ നമ്മളുടെ കണ്ടന്റ് അത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് #ടാഗ് ഇട്ട് കൊടുക്കുക. യെസ്, ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം 20+ വരെ #ടാഗ്സ് പ്രോപ്പറായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഇമോജി, ലൊക്കേഷൻ, അതുപോലെ തന്നെ ടെലഗ്രാം, വാട്സപ്പ്, കോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാച്ചാൽ ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാം എന്നുള്ളതാണ്. ആവശ്യമുള്ളതിനനുസരിച്ച് കൊടുക്കുക. എല്ലാവർക്കും എല്ലാ ഓപ്ഷൻസും ആവശ്യം ഉണ്ടാവില്ല.
സോ അത് കറക്റ്റ് നിങ്ങൾ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം കൊടുക്കുക. കസ്റ്റമേഴ്സ് നമ്മളെ കൂടെ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ല പോസ്റ്റ് കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ബട്ടൺസ്, കസ്റ്റമറിനെ എൻക്വയറി ചെയ്യാനുള്ള ബട്ടൺസ് കൊടുക്കാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാണുമ്പോൾ ഓക്കെ, ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അത്രേ വേണ്ടുള്ളൂ. പക്ഷെ ഇൻസ്റ്റഗ്രാം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നുണ്ട്, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസ് ഓക്കെയാണ്. വാട്സപ്പ് ബട്ടൺ കണക്ട് ആണ്. ഇനി നേരെ പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ നിമിഷം ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ആവും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതാണ് മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നൊന്ന് നോക്കിയാലോ. യെസ്, ഷെഡ്യൂളിംഗ് ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ 14-ാം തീയതിയാണോ അതോ 18-ാം തീയതിയാണോ 25-ാം തീയതിയാണോ 29-ാം തീയതിയാണോ, ഏത് ദിവസമാണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള വെച്ചാൽ ആ ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് ഫിക്സ് ചെയ്യുക, ടൈമും കൊടുക്കുക. ടൈം ഇപ്പോൾ നമുക്ക് ഈവനിങ് ആണോ മോർണിംഗ് ആണോ രാവിലെ ആണോ ആ സമയം ക്ലിക്ക് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് 14 25-നാണ് ഈ കണ്ടന്റ് കയറേണ്ടത്. അപ്പം എന്ത് ചെയ്യുക, ജസ്റ്റ് 25th എന്നുള്ളത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 25th ഡേറ്റ് ആയിക്കോളും. സമയം മാത്രം ഒന്ന് മാറ്റി കൊടുക്കുക. സമയം എന്ത് ചെയ്യുക, 12 മണിയാണോ 1 മണിയാണോ 1:30 ആണോ, സമയം ജസ്റ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ പബ്ലിഷ് ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു പോസ്റ്റ് മോണിറ്ററിംഗിലേക്ക് പോകും. അതിനുശേഷമായിരിക്കും ഇതെന്ത് ചെയ്യുക, പബ്ലിക്കിലേക്ക് എത്തുക. അത് ആ കറക്റ്റ് സമയത്ത് കറക്റ്റ് ഡേറ്റിന് പബ്ലിഷ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മറ്റേ ബിസിനസ് സ്യൂട്ടിൽ നമുക്ക് പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാനും ഷെഡ്യൂൾ ചെയ്ത് വെക്കാനും ഫ്യൂച്ചറിലേക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇമേജ്, ടെക്സ്റ്റ്, ബട്ടൺ, അതിനുശേഷം നമ്മളുടെ ഡേറ്റ് ആൻഡ് ടൈം ഷെഡ്യൂളിങ് തുടങ്ങിയ കാര്യങ്ങൾ, ഫോട്ടോ ആഡ് ചെയ്തു, വേണ്ട കാര്യങ്ങളോ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലേ? അപ്പൊ ഇത് പ്രോപ്പറായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക. ഞാനിപ്പോ ഈ ഒരു ഷെഡ്യൂൾ ചെയ്യുന്നില്ല, കാരണം ഇതിപ്പോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നീട് എനിക്ക് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇപ്പൊ പഠന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വർക്ക് സംബന്ധമായിട്ടോ എന്ത് തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.